വെൽക്കം രഞ്ജിത്ത് ശങ്കർ. സ്വാഗതം സർ. നമസ്തേ. റീൽ ട്രൂയിലേക്ക് സ്വാഗതം. നമ്മൾ ജയഗണേഷിൻ്റെ വിശേഷങ്ങൾ ഷെയർ ചെയ്യാനാണ് ഇരിക്കുന്നത്. വലിയ ഹിറ്റായി തിയേറ്ററിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഉണ്ണിമൂന്തൻ രഞ്ജിത്ത് ശങ്കർ കോംബോ എനിക്ക് തോന്നുന്നു ചെയ്ത പടങ്ങളിൽ കൂടുതലും വന്നിരിക്കുന്നത് ജയസൂര്യ ആയിട്ടൊരു കോമ്പിനേഷനൊക്കെയാണ്. ആ ഒരു ബോണ്ടിങ് ആണ്, നിർമ്മാണ കമ്പനിയൊക്കെ ഉണ്ട്. അപ്പം ജയഗണേഷ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് വരുമ്പോൾ ആദ്യം സ്വന്തം പ്രൊഡക്ഷനാണ് ഡ്രീംസ് ആൻഡ് ബിയോൺസ്. എനിക്ക് തോന്നുന്നു ജയേട്ടനും സാറും തമ്മിലുള്ളൊരു പ്രൊഡക്ഷൻ വെഞ്ചറാണ്. അപ്പം സ്വന്തം പ്രൊഡക്ഷൻ വരുന്നു, ജയസൂര്യ ഉള്ളത് മറ്റൊരു ആർട്ടിസ്റ്റിലേക്ക് ഇത് പിച്ച് ചെയ്യാന്നുള്ളൊരു ഡിസിഷൻ എങ്ങനെയാണ് ശരിക്കും? ഡ്രീംസ് ആൻഡ് ബിയോണ്ട് യഥാർത്ഥത്തിൽ എൻ്റെ ഒരു പ്രൊപ്പറേറ്റർഷിപ്പിലുള്ള ഒരു കമ്പനിയാണ്. അത് ഞാനും പൃഥ്വിരാജും കൊണ്ടാണ് ആദ്യം തുടങ്ങിയത്, മോളി ആൻഡി റോക്സിൽ. പിന്നെ അതിലൂടെ ജയനും മമ്മൂക്കയും ചാക്കോച്ചനും അജു ഉണ്ണി അങ്ങനെ അവർക്ക് വന്നു ചേർന്നതാണ് പല സിനിമയിലും. അങ്ങനെയാണ്. അപ്പോൾ അവരുടെ പ്രൊഡക്ഷൻ ഹൗസ് അവരുടെ ഉണ്ടാകുമ്പോൾ അവരത് ഒഫീഷ്യലി പാർട്ട്ണറാവും, അല്ലെങ്കിൽ അവർ ഇൻഡയറക്റ്റ്ലി പാർട്ട്ണറാവും. അങ്ങനെയൊക്കെയാണ് അത് പോയിക്കൊണ്ടിരുന്നത്. ജയഗണേഷിൽ വരുമ്പോൾ ഞാൻ ഈ കഥയിലോട്ട് ജയൻ ആലോചിക്കാതെ ഇരിക്കാൻ കാരണം ഞാൻ ഓൾറെഡി ഒരു ബ്യൂട്ടിഫുൾ ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ പിന്നെ ഒരു പ്രാവശ്യം ചെയ്തൊരു കാര്യം, ഇത് മറ്റൊരു ടോട്ടലി ഡിഫറെൻ്റ് ഒരു സിനിമയാണെങ്കിൽ കൂടെ അത് അത്ര എക്സൈറ്റിംഗ് ആവില്ല ആക്ടർക്കും നമുക്കും ഒരുപക്ഷെ പ്രേക്ഷകർക്കും. അതുകൊണ്ട് ജയൻ അത് ആലോചിച്ചിട്ടില്ല. ഉണ്ണിമൂന്തൻ ഉണ്ണിമൂന്തൻ എന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് ഉണ്ണിമൂന്തനിലേക്ക് എത്തിയത്? ഉണ്ണിയിലോട്ട് എത്തുന്നത് നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ, നമ്മളൊരു കമേഴ്ഷ്യലി ഒരു സിനിമ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കുമല്ലോ. അപ്പോൾ അയാൾക്ക് കറൻ്റ്ലി ഉള്ള ഒരു സ്റ്റാർഡം ഇതൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷെ അടിസ്ഥാനപരമായിട്ട് ഈ ക്യാരക്ടറുകൾക്ക് ചേരുന്നതാവണം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ക്യാരക്ടറിൽ ഞാൻ ആലോചിച്ച് തുടങ്ങുന്ന സമയത്ത് ഞാൻ ഒരു 2012 ആലോചിച്ച് തുടങ്ങിയൊരു കഥയാണത്. ആശയം, എൻ്റെ കോർ ആശയം ആ സമയത്തൊക്കെ ഉള്ളതാണ്. അപ്പോൾ അന്ന് മുതലേ എനിക്കിതൊരു നല്ലൊരു കമേഴ്ഷ്യൽ സിനിമ ആവാനുള്ള മെറ്റീരിയലുണ്ട് എന്ന് തോന്നിയിരുന്നു. അന്ന് ഇയാൾ വീൽ ചെയറിലല്ല, ഒരു നോർമലായ നായകനാണ്. അപ്പോൾ എനിക്ക് എന്തുകൊണ്ടോ അത് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ കുറവുണ്ടായിരുന്നു. എന്തോ അത് ചാലഞ്ചിങ് അല്ല, എന്തോ അതിൽ വരാനുണ്ട് എന്ന് പറയുന്നൊരു തോന്നലുണ്ടായിരുന്നു. അപ്പം ഞാൻ വീണ്ടും ഒരു സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് ആലോചിച്ചപ്പോൾ ഞാൻ കമേഴ്ഷ്യലി തിയേറ്ററിൽ ഇപ്പോഴത്തെ ഓഡിയൻസിന് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ ഉണ്ടാക്കാൻ പറ്റുമോ എന്നാണ് ഞാൻ ആലോചിച്ചത്. അപ്പം അതോടൊപ്പം തന്നെ നമുക്കും അത് ചെയ്യാൻ തോന്നണം. അപ്പം എന്നെ സംബന്ധിച്ച് അത് ഹോണസ്റ്റ്ലി നമുക്ക് തോന്നിയില്ലെങ്കിൽ അത് വർക്കാവില്ല. എനിക്ക് വർക്കായിട്ട് വേണമല്ലോ മറ്റുള്ളവർക്ക് വർക്കാവാൻ. അപ്പം ഇങ്ങനെ 3-4 ആശയങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇതും ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഐഡിയ ആയിരുന്നു. അങ്ങനെ ഞാൻ ഈ വീട്ടിൽ നിന്ന് തന്നെ ഇങ്ങനെ ഡെയിലി രാവിലെ ഞാൻ ജിമ്മിൽ പോകുന്നൊരു സ്വഭാവമുണ്ട്. ഇങ്ങനെ രാവിലെ ഇതുവഴി പോകുമ്പോഴാണ് ഞാൻ ഡെയിലി വീൽ ചെയറിൽ ഒരാളെ കാണാൻ തുടങ്ങിയത്. അപ്പം അയാൾ ഭയങ്കര ഹാൻസം ആയിരുന്നു, ഭയങ്കര ഹാപ്പി ആയിരുന്നു, ഭയങ്കര സോഷ്യലായിരുന്നു. റെഗുലർലി അയാൾ ആ സമയത്ത് തന്നെയാണ് അയാളുടെ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാ ദിവസവും അയാളെ കാണാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ആലോചിക്കാൻ തുടങ്ങിയത് ഇങ്ങനെ ഒരാളാക്കിയാലോ. ആലോചന നമ്മൾ പേടിപ്പിക്കുന്നതായിരുന്നു. കാരണം നമുക്കിത് സാധാരണ പോലെ വീൽ ചെയറിലിരിക്കുന്ന ഒരു സിനിമയല്ല. അയാൾ ഒരുപാട് പരിപാടികൾ ഈ സിനിമയിൽ ചെയ്യുന്നുണ്ട്. കാരണം ഒറിജിനൽ അങ്ങനെ എഴുതപ്പെട്ടിരുന്നു. അപ്പോൾ അത് ഇമ്പോസിബിളാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ അത് ഉപേക്ഷിക്കുകയും ചെയ്തു. പിന്നെ അതിനുശേഷം ഞാൻ റെഗുലർ 2 പേരെ കാണാൻ തുടങ്ങി. അതായത് ജിമ്മിൽ പോകുന്ന വഴി തന്നെ ആദ്യം ഒരാളെങ്ങനെ കാണും, അതിന് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ മറ്റൊരാൾ കാണും. പക്ഷേ അയാൾ നമ്മൾ കണ്ടിട്ടുള്ളൊരു ആൾ തന്നെയാണ്. കാരണം കുറച്ചുകൂടി തളർന്ന് ഒരു സഹായം ആവശ്യപ്പെടുന്ന അങ്ങനെ ഒരാൾ. പക്ഷേ അയാൾ റെഗുലറായിട്ട് കാണാൻ തുടങ്ങി. അയാൾ മഴയുണ്ടെങ്കിൽ ഒരു കുട ചൂടി ഒരാളുണ്ടാവും, കൂടെ ഹെൽപ്പ് ചെയ്യാൻ ഒരാളുണ്ട്. അപ്പോൾ അയാൾ കുറച്ച് തളർന്നൊക്കെ എടുക്കുന്ന അവസ്ഥയിൽ ഇപ്പോൾ 2 പേർ റെഗുലർ കാണാൻ തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നി ഇത് നമുക്കൊന്ന് ചിന്തിക്കാം, എന്തോ ഒരു നിയോഗം ഇതിലുണ്ട്. അങ്ങനെ ആലോചിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു പേടി വരാൻ തുടങ്ങി. കാരണം ഇത് ഇമ്പോസിബിളാണെന്ന് എനിക്ക് തോന്നിയത്, അറ്റംപ്റ്റ് ചെയ്യാനും ഇത് സക്സസ്ഫുൾ ആക്കാൻ. അപ്പോൾ അങ്ങനെ ആക്കിയപ്പോൾ എനിക്കിതിന് വേറെ ഒരുപാട് ഡയമെൻഷൻസ് കിട്ടി ഈ കഥയ്ക്ക്. കാരണം ഒരു വീക്ക് ഹീറോ എന്ന് പറയുമ്പോൾ ഇതിലും വീക്ക് ആവാനില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ടെംപ്ലേറ്റ് എന്ന് പറയുന്നത് എപ്പോഴും അതാണ് നമ്മളത് ചെയ്യുമ്പോൾ. അപ്പോൾ ഉണ്ണി എന്ന് പറഞ്ഞാൽ ആലോചിക്കുന്ന ആദ്യത്തെ കാരണം ഞാൻ ആദ്യം കണ്ട സുന്ദരനായ വ്യക്തിക്ക് ഉണ്ണിയുടെ ഒരു ചായയുണ്ട്. അതായത് താടി, വീൽ ചെയറിലാണെങ്കിലും ഭയങ്കര സുന്ദരൻ, എന്തോ അയാളുടെ ഒരു ചായ തോന്നിയിരുന്നു ഒന്ന്. അപ്പോൾ ഉണ്ണി മാളികപ്പുറം കഴിഞ്ഞ് കുറേ നാൾ ഒരു സിനിമ ഒന്നും ചെയ്യാതെ നിൽക്കുകയാണ്. അപ്പോൾ അതെനിക്ക് പോസിറ്റീവായിട്ട് തോന്നി. കാരണം അയാൾ വെയിറ്റിംഗ് ആണ് നല്ലൊരു സിനിമയ്ക്ക് വേണ്ടി. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം, ഞാൻ വിജയഗണേഷിനെ കണ്ടിട്ടുള്ളത് ഇറ്റ്സ് കൈൻഡ് ഓഫ് എ ന്യൂ ഏജ് കിഡ്സ് ഫിലിം. അപ്പോൾ അങ്ങനത്തെ സിനിമ ചെയ്യാമെന്ന് പറയുന്നത് അതും ഈ കഥ ആലോചിച്ചപ്പോഴൊരു ആഗ്രഹമായിരുന്നു. അത് ആഗ്രഹിക്കുകയും അത് ചെയ്യാൻ പറ്റില്ലെന്ന് വിചാരിച്ചത്. കാരണം ഇപ്പോഴത്തെ കുട്ടികൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു സിനിമ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ഈ തോർ റഗ്നറോക്ക് അങ്ങനെയുള്ള മാർവലിൻ്റെ ഫിലിംസൊക്കെ നമ്മുടെ കുട്ടികളുടെ കൂടെ കാണാൻ പോയിട്ട് ഞാൻ ആഗ്രഹം ഉപേക്ഷിച്ചതാണ്. കാരണം അങ്ങനത്തെ സിനിമയാണ് ഇപ്പോഴത്തെ കുട്ടികൾ കാണുന്നത്. അപ്പോൾ നമുക്കത് ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ള ആ ഒരു ആഗ്രഹം കൂടെ അതിലുണ്ട്. അപ്പോൾ അതിലൊരു ഹീറോനെ പ്ലേസ് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരാൾ അങ്ങനെയാണെങ്കിൽ അവളെ കുറച്ച് കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഉണ്ണി അതിനും പറ്റിയ ഒരാളായിരുന്നു. പിന്നെ ഇതിലും പ്രധാനപ്പെട്ട ഒരു കാര്യം, അയാൾക്ക് ഈ നായകന് തീർച്ചയായിട്ടും ഭയങ്കര പവർഫുള്ളായിട്ടുള്ള ഹാൻഡ്സ് ആവശ്യമുണ്ടായിരുന്നു. കാരണം ഇത് വീൽ ചെയറിലൂടെ ഇരിക്കുക എന്നുള്ളതല്ല, അതിരുന്ന് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്താനുണ്ട്. അപ്പോൾ ഉണ്ണി അതിപ്പം നമ്മളൊക്കെ ജിമ്മിൽ പോയാൽ 1 കൊല്ലം കൊണ്ട് ഉണ്ടാകുന്നതല്ല, ഇത് വർഷങ്ങളായി ഉണ്ടാക്കിയെടുത്തതുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുള്ളൂ.
അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ. അപ്പോൾ ഞാൻ ഉണ്ണിക്ക് ഇങ്ങനെ നമുക്കൊന്ന് കണ്ടാലോ എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചപ്പോൾ ഉണ്ണിയുടെ ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ഐ വിൽ ബി ഇൻ മൈ ബെസ്റ്റ് ഷേപ്പ് 3 months ഫ്രം നൗ എന്നുള്ളത്. അപ്പോൾ ആൾക്ക് എന്നോട് വർക്ക് ചെയ്യാൻ ഭയങ്കര താല്പര്യമുണ്ടെന്ന് തോന്നി. ഞങ്ങൾ മീറ്റ് ചെയ്തു. ഞാൻ ഈ കഥ പറഞ്ഞപ്പം പുള്ളിയുടെ സ്കൂളിലെ ഫ്രണ്ടിനെ ഓർമ്മ വന്നു. കാരണം ഗുജറാത്തിൽ അഹമ്മദാബാദിൽ ഇവർ പഠിക്കുമ്പോൾ അയാളുടെ കൂടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു പോലെ. അപ്പോൾ ആ കുട്ടി ഉണ്ണിയും കൂടെ സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ സ്റ്റെപ്പ് കയറി ക്ലാസ്സിൽ എത്തുന്ന ഈ കുട്ടിയായിരിക്കും ആദ്യം. അത്രയും പവർഫുൾ ഹാൻഡ്സാണ് ആ കുട്ടിയുടെ. അപ്പം ഉണ്ണി അതിനെ വളരെ ഒരു എന്താ പറയുക കുറച്ച് ഹീറോയിക്കായിട്ടുള്ള ആളായിട്ടാണ് ആ കുട്ടീനെ കണ്ടിരുന്നത്. കാരണം ഇവർ അസംബ്ലിയിൽ നിൽക്കുമ്പോൾ കൈ കുത്തി ആ കുട്ടി നിൽക്കുന്ന പറഞ്ഞിരുന്നു. അപ്പോൾ ആ കുട്ടീനെ ഒരിക്കലും വീക്കായിട്ട് ആദ്യം അവർ കാണാൻ ശ്രമിച്ചെങ്കിൽ ആ കുട്ടീനെ സമ്മതിച്ചിരുന്നില്ല. അപ്പോൾ ആ റെഫറൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഞങ്ങളത് കൂടുതൽ ആലോചിക്കാൻ തുടങ്ങി. ഞങ്ങൾ ഒരുമിച്ച് പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് അത്. ഈ ജോമോളുടെ ഒരു കാസ്റ്റിംഗ് ഒരു വലിയ കാലത്തിന് ശേഷം അവർ തിരിച്ചു വന്ന ഒരു സിനിമയാണ്. വലിയൊരു ബ്രേക്കിന് ശേഷം ആ ഒരു കാസ്റ്റിങ്ങിലേക്കും അല്ലെങ്കിൽ അവരുടെ അടുത്ത് കഥ പിച്ച് ചെയ്തപ്പോൾ ഉള്ള റിയാക്ഷനൊക്കെ എന്തായിരുന്നു? ഞാൻ ജോമോളിനെ കാണുന്നത് ഞാൻ ഒരു സ്കൂളിൽ അതിഥിയായി പോയപ്പോൾ അവിടെ ആണ് ജോമോളുടെ കുട്ടികൾ പഠിച്ചിരുന്നത്. അപ്പോൾ ഞാൻ അവിടെ വെച്ച് ജോമോളിനെ കണ്ടത്. അപ്പോൾ എനിക്ക് ആദ്യം ജോമോൾ നാട്ടിലുണ്ടെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. പിന്നെ ജോമോളിനെ മീറ്റ് ചെയ്തപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നുന്നത് ഷി ഹാസ് ഏജ്ഡ് ഗ്രേസ്ഫുള്ളി. അങ്ങനെയുണ്ടല്ലോ, എല്ലാവരും അങ്ങനെയല്ല. എനിക്ക് അപ്പോൾ തന്നെ അന്നീ കഥയൊന്നുമില്ല, പക്ഷെ അപ്പോൾ തന്നെ എനിക്ക് അവർക്ക് അങ്ങനെ പറയുകയും ചെയ്തു അങ്ങനത്തെ ക്യാരക്ടേഴ്സൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിലൊരു ക്രിമിനൽ ലോയർ എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് പെട്ടെന്ന് ആലോചിക്കാവുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഞാനിവർ ലേഡി ആക്കാം എന്ന് ആദ്യം തന്നെ ആലോചിച്ചു. ലേഡി ജോമോളിനെ ആലോചിച്ചത് ജോമോളിന് അങ്ങനെ റോൾ നമ്മൾ ചിന്തിക്കില്ല, അതുകൊണ്ട് ഫ്രഷ് ആയിരിക്കും. അപ്പോൾ ജോമോളിനെ ഞാൻ വെറുതെ ഫോണിൽ സംസാരിച്ചപ്പോഴത്തേനും അവരൊക്കെ പറഞ്ഞു. ഞാൻ അങ്ങനെ കഥ നേരിട്ട് പറഞ്ഞിട്ട് പോലുമില്ല. പിന്നീടൊക്കെയാണ് ഞങ്ങൾ മീറ്റ് ചെയ്തത്. ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ജോണർ പറയാൻ പറയാം ത്രില്ലറാണോ ശരിക്കും സിനിമ? ത്രില്ലറാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ബേസിക്കലി ഇറ്റ്സ് എൻ എഫേർട്ട് ടു മേക്ക് ഇപ്പോഴത്തെ കുട്ടികളിലേക്ക് വർക്കാവുന്ന ഒരു സംഭവം. ത്രില്ലൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ബേസിക് ആഗ്രഹം അതാ. അതായത് അത് ആ സിനിമ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം അത് കുറച്ചും കൂടെ ആ രീതിയിൽ കണ്ടു നോക്കൂ. അപ്പോൾ ബേസിക്കലി കുട്ടികളുടെ മനസ്സിൽ അങ്ങനെയാണ് ആ കഥയെ തന്നെ ആലോചിച്ചിട്ടുള്ളത്. ഗണേഷ് എന്ന് പറഞ്ഞിട്ടുള്ള അതൊരു കോമൺ ടെംപ്ലേറ്റാണ്. അതായത് ഒരു വീക്കായിട്ടുള്ള ഹീറോ, അയാൾ ജോലി ചെയ്യുന്ന സ്ഥലം, അതൊക്കെ പല സിനിമകളിലുള്ളതൊക്കെ തന്നെയാണ്. നമ്മളതിനെ വേറെ രീതിയിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. പ്രസ് മീറ്റിൽ ഉണ്ണി പറഞ്ഞ പ്രസക്തമായ ഒരു ഭാഗമുണ്ട്. ആരോ ഒരാൾ ചോദ്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ 2 വലിയ സിനിമകളാണ് ഓപ്പോസിറ്റ് റിലീസാവുമെന്ന് പറയുമ്പോൾ ഉണ്ണി നേരെ എടുത്തു പറഞ്ഞാണ് നമുക്കന്ന് റിലീസാവുന്ന 3 വലിയ സിനിമകളാണ്. അതെനിക്ക് ഭയങ്കരമായിട്ട് രസകരമായി തോന്നിയൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. അതിനുശേഷം പടം റിലീസായതിനു ശേഷം ഒരുപാട് സോഷ്യൽ മീഡിയയിൽ വരുന്ന പല ട്രോൾ പേജസിലും ഉണ്ണിമൂന്തൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ടാർഗറ്റ് ചെയ്ത് ഒരുപാട് ട്രോളുകൾ വരുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് ഇപ്പം മറ്റ് 2 പടങ്ങളെ പറ്റി ചർച്ച ചെയ്യുമ്പോഴും ഉണ്ണിമൂന്തൻ്റെ ഒരു സിനിമ അല്ലെങ്കിൽ ഉണ്ണിമൂന്തൻ എന്നൊരു വ്യക്തി പറയാൻ ആളില്ലാതെ നിൽക്കുന്ന രീതിയിലാണ് ട്രോളുകളെല്ലാം വരുന്നത്. അപ്പം ഉണ്ണിമൂന്തൻ്റെ രാഷ്ട്രീയം സിനിമയ്ക്ക് ഒരു പരിധി വരെ ആളുകൾ ടാർഗറ്റ് ചെയ്യപ്പെടുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇല്ല, അതിപ്പം സിനിമ റിലീസിന് ശേഷമല്ല, സിനിമ അനൗൺസ് ചെയ്ത സമയം മുതൽ അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കത് സിനിമയെ അതൊന്നും ബാധിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു പവർ ഓഫ് ഫിലിം അല്ലെങ്കിൽ ഒരു മാജിക് ഓഫ് ഫിലിം എന്ന് പറഞ്ഞിട്ട് ഓൾ ഡിഫറെൻറ്റ്. 2 കാര്യമാണ്. ആളുകൾ തിയേറ്ററിലേക്ക് സിനിമ കാണാൻ പോകണം. തിയേറ്ററിൽ എത്തിക്കഴിഞ്ഞാൽ ആ സിനിമ അവളെ എൻഗേജ് ചെയ്യിക്കണം. എൻഗേജ് ചെയ്യിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളെല്ലാം തീരുന്നു എന്നുള്ളതാണ്. പിന്നെ ഈ അസഹിഷ്ണുതയുള്ള ഒരു ഭാഗം ഉണ്ടായിരിക്കാം, അവർ ഈ സിനിമ കാണില്ലായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അവർ കണ്ടിട്ടാണിത് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. കാരണം അവരിത് കാണില്ലല്ലോ. അപ്പോൾ അത് അവരുടെ സ്വാതന്ത്ര്യമാണ്, നമുക്കതിനൊന്നും ചെയ്യാൻ പറ്റില്ല. അതിന് എതിർത്തിട്ടും കാര്യമില്ലല്ലോ. അപ്പോൾ അത് അവരുടെ സ്വാതന്ത്ര്യമാണെന്ന് വിശ്വസിക്കാനേ നമുക്ക് പറ്റും. എനിക്കൊന്ന് ജയ ഗണേശൻ്റെ പേര് വന്നപ്പോൾ തന്നെ ഒരു ഹിന്ദു പ്രൊപ്പഗണ്ട ഒളിച്ചു കിടത്തുന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് വിവാദങ്ങൾ വന്നിട്ടുണ്ട്. എനിക്ക് മാളയപ്പുറത്തിന് ശേഷം വരുന്ന ജയഗണേശും പിന്നെ അദ്ദേഹത്തിന് തന്നെ ഗന്ധർവൻ എന്ന് പറയുന്ന 2 സിനിമയാണ്. അത് ഇങ്ങനൊരു സിനിമ ഷൂട്ട് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഇത്രയും ചർച്ചകളും അല്ലെങ്കിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒക്കെ വന്നു കഴിയുമ്പോൾ ശരിക്കും വിളിച്ചു പറയണം തോന്നിയിട്ടുണ്ട്. ഇത് ഇങ്ങനെയുള്ള സിനിമയല്ല. പക്ഷെ ഒന്നും പറയാനും പറ്റില്ല. അത് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുണ്ട് എപ്പോഴെങ്കിലും ഇങ്ങനത്തെ ആൾക്കാരുടെ പ്രതികരണം. എനിക്ക് ബേസിക്കലി ഈ ഫ്രസ്ട്രേഷൻസ് കുറവാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ ഞാൻ വിശ്വസിക്കുന്നത് ഒരു സിനിമയുടെ ഒരു കഥ, ഇപ്പോൾ ഈ പറഞ്ഞ ഇയാളെ ഞാൻ കണ്ട് ഈ കഥ ഞാൻ ചെയ്യാൻ തീരുമാനിച്ചല്ലോ, അത് ഉണ്ണിയിൽ വരുന്നതിന് മുന്നേ ആണല്ലോ അത് ഞാൻ കഥ ചെയ്യാൻ തീരുമാനിക്കുന്നത്. ആ തീരുമാനിക്കപ്പെട്ട സമയത്ത് തന്നെ ഇതിൻ്റെ വിധി എഴുതപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് നമ്മൾ ഒരുപാട് സിനിമ എടുത്ത് നമുക്കുണ്ടാകുന്ന പരിചയത്തിൽ നിന്ന് വരുന്ന എൻ്റെ ഒരു അനുഭവമാണ്. അപ്പോൾ അതിനൊപ്പം യാത്ര ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഈ കാര്യങ്ങൾ. അതിനങ്ങനെ ഒരു വലിയ എന്താ പറയുക, ഒരു ബ്രോഡ് മൈൻഡോടുകൂടി കണ്ടാൽ ഇതൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അത് വിഷയമല്ല. ഞാൻ യഥാർത്ഥം എനിക്ക് തോന്നുന്നു ഈ പേരിടുന്നത് ഞാൻ ഉണ്ണിയെ മീറ്റ് ചെയ്യുന്നതിന് മുന്നാന്ന് എനിക്ക് തോന്നുന്നത്. അതായത് ഞാൻ ചേംബറിലൊക്കെ രജിസ്റ്റർ ചെയ്യുന്നു. അപ്പോൾ അതിനുശേഷം ഈ വിവാദം ഒക്കെ വന്നപ്പോൾ എനിക്ക് അവസാനം ഈ ചേംബറിൽ രജിസ്റ്റർ ചെയ്ത ഈ സർട്ടിഫിക്കറ്റ് എനിക്ക് ഫേസ്ബുക്കിൽ ഇടേണ്ടി വന്നു. കാരണം ഈ പറയുന്ന വിവാദം ഒക്കെ ഉണ്ടായതിന് ശേഷം ഉണ്ടാക്കിയൊരു സിനിമയല്ല ഇത്, അല്ലെങ്കിൽ അങ്ങനെ ഇട്ടൊരു പേരല്ല. ഇപ്പോൾ ഈ സിനിമ കണ്ട ആൾക്കാർക്ക് അറിയാം ഇതിപ്പോൾ ഒരു ഛോട്ടാ ഭീം
എന്നൊക്കെ പറയുന്ന ഒരു പേരാണ് നമ്മൾ വിളിച്ചത്. അപ്പോൾ എനിക്കത് ഭയങ്കര കമേഴ്ഷ്യലായിട്ടുള്ള ടൈറ്റിലാണെന്നാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് ആ പേരിട്ടത്. അല്ലാതെ നമുക്ക് ബേസിക്കലി നമുക്കൊരു വിഭാഗത്തിന് വേണ്ടി ഒരു സിനിമ ഉണ്ടാക്കാൻ പറ്റില്ല. സിനിമ എല്ലാവർക്കും ഉള്ളതാണ്. ഒരു വിഭാഗത്തിന് മാത്രം സിനിമ ഇഷ്ടപ്പെട്ടേക്കാം, അതൊരു വേറെ വിഷയം. ഉണ്ടാക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. ആ സിനിമ ഒരു നടനും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതായിരിക്കണം. അങ്ങനത്തെ നടന്മാരെ നിലനിന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു വിഭാഗത്തിന് വേണ്ടി സിനിമ ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഇത് അങ്ങനെ ഒരു സിനിമ ഓബിയസ്ലി അല്ല. അപ്പോൾ ഇതിൽ അങ്ങനെ ഫ്രസ്ട്രേഷൻ ഒന്നും തോന്നിയിട്ടില്ല. കാരണം ഞാൻ അതേ വിചാരിച്ചിട്ടുള്ളൂ. കാരണം ഈ യാത്രയുടെ ഭാഗമാണിത്. അതിൻ്റെ വിധി എഴുതപ്പെട്ടിട്ടുള്ളത് തന്നെയായിരുന്നു. നമുക്ക് ഒരുപാട് വിവാദങ്ങളൊക്കെ വന്നു, ഫേസ്ബുക്കിൽ ഫോട്ടോ ഇടേണ്ടി വന്നെന്ന് പറഞ്ഞു. അപ്പം ആ ഫോട്ടോ അല്ല, ചേംബർ രജിസ്റ്റർ ചേംബർ രജിസ്ട്രേഷൻ ഫോട്ടോ ഫേസ്ബുക്ക് ഇടേണ്ടി വന്നിട്ടുണ്ട്. അപ്പം ആ സമയത്ത് ഉണ്ണിയുടെ ഒരു പ്രതികരണം എന്താണ്? ഉണ്ണി വിളിച്ചിരുന്നു? ഐ മീൻ ഉണ്ണി തീർച്ചയായിട്ടും വിളിച്ചിരുന്നു. പുള്ളി പറഞ്ഞു അത് എനിക്ക് പുതിയതാണ്, എങ്കിലും അവർക്കത് ശീലമാണ് എന്നാണ്. അതിൻ്റെ ഒരു ഉള്ളിലാണല്ലോ അവർ നിൽക്കുന്നത്. ഉണ്ണിയൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു കക്ഷിയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ ഒരു കാഴ്ചപ്പാടില്ല. അയാൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കക്ഷിയാണ്. ബിക്കോസ് അയാൾ ഗുജറാത്തിനൊക്കെ വന്ന് അങ്ങനെ ഒരു ഹീറോ നമുക്കില്ല. മലയാളമൊന്നും ശരിക്കും ഇപ്പോഴും അറിയില്ല. ഇപ്പോൾ നമ്മൾ ഉന്നോട് പറയാണ്, ഞാനിപ്പോൾ നിങ്ങളായിട്ട് ഇങ്ങനെ കത്തി വെച്ചിരിക്കുകയായിരുന്നു എന്ന് ഉന്നോട് പറഞ്ഞാൽ കത്തി വയ്ക്കുമോ എന്ന് ചോദിക്കും. പുള്ളിക്ക് അത്രയും കൊളോക്കിയൽ അറിയില്ല ഇപ്പോഴും. അങ്ങനെയുള്ള ഭയങ്കര കുട്ടിത്തമുള്ള ഒരാളാണ്. അപ്പോൾ ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള ആളായിട്ട് എനിക്ക് ഫീൽ ചെയ്തിരുന്നു. അയാളുടെ ലൈഫും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അയാൾ ഇതുപോലെ വന്നു നാട്ടിൽ നിന്ന്, ഒരു വളരെ നോർമൽ ഫാമിലിയിൽ നിന്നൊക്കെ വന്നു. അയാൾ മല്ലു സിംഗ് എന്ന് പറഞ്ഞ സിനിമ കഴിഞ്ഞിട്ട് അയാൾ തിരിച്ചുപോയി. ബിക്കോസ് അയാൾ അങ്ങനെ ഒരു സിനിമാ നടനാവുന്ന ആൾക്ക് പ്രതീക്ഷയിലായിരുന്നു. പിന്നെ അയാൾ വീണ്ടും തിരിച്ചു വന്ന് ഇവിടെ ഒരു കോളേജിൽ അഡ്മിഷൻ എടുത്തു. ഡിഗ്രി അങ്ങനെ എനിക്ക് ആരെങ്കിലും ചെയ്യുന്നതായിരിക്കും. അതെനിക്ക് അഹമ്മദാബാദിൽ അവർ ഉള്ള ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ടായിരിക്കും. ഒരു മലയാളി നടനാണെങ്കിൽ അതൊരിക്കലും കേരളത്തിൽ തന്നെ പഠിക്കില്ലല്ലോ, ഒരു സക്സസ്ഫുൾ ഹീറോ ആയതിനു ശേഷം. അയാളെ സംബന്ധിച്ച് അതൊക്കെ കേരളത്തിന് മനസ്സിലാക്കാനുള്ളൊരു വഴിയായിട്ടാണ് ഞാൻ കണ്ടത്. അപ്പോൾ അയാളുടെ ഒരു റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അങ്ങനെ ഞങ്ങൾ ഒരുപാട് രസമുള്ളൊരു കക്ഷിയാണ്. എനിക്ക് ഈ വീൽ ചെയറിൽ ഇരിക്കുക എന്ന് പറയുന്ന ഒരു നിസ്സാരമായിട്ടുള്ള കാര്യമല്ലെന്നോ. രാവിലെ തൊട്ട് വൈകിട്ട് ഷൂട്ട് പാക്കി പറയണം വരെ ഈ ഒരു ഇരിപ്പ് തന്നെ ഇരിക്കണം. ഉണ്ണിയുടെ ഒരു എഫേർട്ട് ഭയങ്കരമായിരുന്നില്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു പരിധി കൂടുതൽ ഒന്നും ചെയ്യാൻ ഈ കെട്ടിവെച്ചിരിക്കുകയായിരുന്നോ ചെയ്തേ കാല്? ശരിക്കും പറഞ്ഞു അത് വേറൊരു വഴി പുള്ളി തന്നെ കണ്ടെത്തി. അതിപ്പോൾ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല. അത് എക്സ്ട്രീംലി ബുദ്ധിമുട്ടായിരുന്നു. അത്ര എഫേർട്ടാണ് അത് ചെയ്തത്. ഫുൾ ഉണ്ണി അങ്ങനെ ചെയ്തത്. അത് അല്ലാതെ ചെയ്യാൻ പറ്റില്ലായിരുന്നു. കാലൊക്കെ അനങ്ങിയത് സംഭവം ഫ്ലോപ്പ് ആവുമല്ലോ. അപ്പം അത് ഞാൻ പുള്ളിനെ ആദ്യം മീറ്റ് ചെയ്തപ്പോൾ തന്നെ ഞങ്ങളൊരു ഹോട്ടലിൽ മാരിറ്റിൽ വെച്ച് മീറ്റ് ചെയ്ത ഉടനെ തന്നെ തീർച്ചയായിട്ടും നമുക്ക് സംശയങ്ങളുണ്ട്. ഈ ക്യാരക്ടറിൻ്റെ ഒരു ഇന്നർ ഡെമൺസ് ഉണ്ട് അയാളുടെ ഉള്ളിൽ. ഹി ഹാസ് ടു ഫൈറ്റ്. പുറത്തുള്ള ഡെമൺസ് ഉണ്ട്. അപ്പോൾ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണലാണ് ഇതുപോലത്തെ ക്യാരക്ടർ, ഇത്രയും ഫിസിക്കലി ഡിമാൻഡിങ്. അപ്പോൾ ഉണ്ണിയുടെ നമ്മൾ അതുവരെയുള്ള സിനിമകളിൽ അങ്ങനെ ഒരു പ്രകടനമൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ക്യാരക്ടർ അയാൾ കൊടുത്താൽ അയാൾ എങ്ങനെയാണ് സമീപിക്കും എന്നുള്ള സംശയം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഉണ്ണി ക്യാരക്ടർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അയാളുടെ ഫ്രണ്ടിനെ കുറിച്ച് പറയുകയും അതിന് എനിക്ക് ഭയങ്കര പോസിറ്റീവ്. എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഇയാളുടെ കാഴ്ചപ്പാട് അതായിരുന്നു. അപ്പോൾ ഇയാൾ അങ്ങനത്തെ ഒരാളെ കണ്ടുണ്ട്. പുള്ളി പറഞ്ഞു എനിക്ക് കുട്ടിക്കാലത്ത് അയാളുടെ സിമ്പതി പെട്ടെന്ന് തന്നെ മാറി, പിന്നെ ഒരു ഫൈറ്റിംഗ് പോലെ എന്ന് പറഞ്ഞ കാര്യം. എനിക്ക് ആ ഹോട്ടലിലിരുന്ന് തന്നെ പുള്ളി, അവിടെ നല്ല തിരക്കൊക്കെ റെസ്റ്റോറൻ്റ് ആയിരുന്നു, അവിടെ ഇരുന്ന് പുള്ളി എനിക്ക് ചെയ്ത് കാണിച്ചത് എങ്ങനെയാണെങ്കിൽ മൂവ് ചെയ്യുക എക്സെട്ര എന്നുള്ളത്. അപ്പോൾ പുള്ളിക്ക് അറിയാമായിരുന്നു എന്ന് പറഞ്ഞൊരു വലിയ കാര്യമുണ്ട്. പിന്നെ എനിക്കിതിൽ ഏറ്റവും നല്ലത്, ഞാനിപ്പോൾ ഒരുപാട് ക്യാരക്ടേഴ്സ് അത്യാവശ്യം പെർഫോമൻസ് ചെയ്ത സിനിമകൾ ചെയ്തിട്ടൊരാളാണ്. പക്ഷെ ഉണ്ണിയുടെ പെർഫോമൻസ് എനിക്ക് തോന്നിയ ഒരു വ്യത്യാസം, ഇത്രയും ഡിമാൻഡിങ് ആയിട്ടുള്ളൊരു ക്യാരക്ടറായിട്ടും ഇത് ഷൂട്ടിങ്ങിൽ എനിക്ക് കുറേ ചിന്തകളുണ്ടായിരുന്നെങ്കിലും ആസ് എൻ ആക്ടർ അയാൾ ഒരിക്കലും എന്നെ തോന്നിപ്പിച്ചില്ല ഇത് ടഫ് ജോലിയാണ്. കാരണം അയാളെ ഭയങ്കര നോർമലായിട്ടാണ് ഞാൻ ട്രീറ്റ് ചെയ്തത്. ഒന്ന് വെച്ചാൽ വേറെ ആക്ടറോട് പറയില്ലേ, അപ്പോൾ ഓടിയൊന്നും ചെയ്യണ പോലെ ഇയാളൊന്നും ചെയ്യണം, അങ്ങനെയാണ് ഇത് ട്രീറ്റ് ചെയ്തത്. അപ്പോൾ അയാൾ ഇതിലെനിക്ക് തോന്നുന്നത് ചില ക്ലൈമാക്സ് ഏരിയാസൊക്കെ ഉണ്ട്, അതൊക്കെ ആ ഒരു വീഴ്ചയിലൊക്കെ ചിലപ്പോൾ ഒരാളുടെ പുറം തീരുമാനമാകുന്ന വീഴ്ചയാണ്. പക്ഷേ പുള്ളിയുടെ ഒരു ഫിസിക്കൽ സ്ട്രെങ്ത് കൊണ്ടാണ് പിന്നീട് എനിക്ക് മനസ്സിലായത് പുള്ളി അത് ബോധഡായിരുന്നില്ല എന്നുള്ളത്. ഫിസിക്കൽ പരിപാടിനെ പറ്റി പ്രത്യേകിച്ച് ഈ വീൽ ചെയർ മാനുവർ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. അത് ചെയ്യാൻ ഞാനിരുന്ന് ചെയ്തു നോക്കിയപ്പോൾ എനിക്ക് പറ്റുന്നില്ല. ഒരു പരിധിയിൽ കവിഞ്ഞത് തള്ളാനും പരിപാടിയൊക്കെ, അത് സ്ലോലി മൂവ് ചെയ്യാൻ ഡിസൈൻ ചെയ്ത സാധനമാണുള്ളത്. പക്ഷെ അത് വെച്ച് സ്പീഡിൽ മൂവ് ചെയ്യേണ്ട സീക്വൻസുകളാണ് ഈ സിനിമയിൽ മുഴുവനുള്ളത്. പുള്ളി വളരെ സിമ്പിളായിട്ട് ചെയ്തു. അത് എങ്ങനെ പറ്റിയെന്ന് എനിക്ക് സത്യം പറയാനില്ല. കാരണം എൻ്റെ ഒരു പ്രതീക്ഷ പുള്ളിയുടെ പവർഫുൾ ഹാൻഡ്സ് ആണെന്നുള്ളതായിരുന്നു. അപ്പം ആ ഹാൻഡ്സ് എന്ന് പറഞ്ഞാൽ പുള്ളി 10-30 കൊല്ലം പണിയെടുത്തുണ്ടാക്കിയ ഹാൻഡ്സാണ്. അപ്പോൾ അത് മറ്റ് സാധാ ഹാൻഡ്സ് പോലെയല്ല. അങ്ങനെയാണെങ്കിൽ പോലും ചെയ്യാൻ പറ്റണമല്ലോ. സോ അതിനൊരു ഡെസ്റ്റിനി ഉണ്ട് അതിനകത്തു നിന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഉണ്ണി പിന്നെ എനിക്ക് തോന്നുന്നു കൂടുതലും ചിന്തിച്ചിട്ടുള്ള ഉണ്ണിക്ക് ടഫായി തോന്നിയത് ഇത് പുള്ളിക്ക് ഈസി ആയിരുന്നു പുള്ളിയോട് പറഞ്ഞു. അപ്പം പുള്ളിക്ക് ടഫായിട്ടുള്ള ഇയാളുടെ മെൻ്റൽ സ്പേസ് പിടിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അത് തന്നെ ഭയങ്കര രസമായിരുന്നു. അപ്പം ഇതിൻ്റെ ഇടയിൽ അതും കൂടെ ചിന്തിക്കില്ലല്ലോ ആൾക്കാർ. അപ്പോൾ അത് പുള്ളിക്ക് ബാലൻസ് ചെയ്യാൻ പറ്റി എന്നുള്ളത് എനിക്ക് ഐ തിങ്ക് ഈ പെർഫോമൻസ്
ഈസ് ക്ലോസ് ടു ഒരു അത്ഭുതം എന്ന് ഞാൻ പറയും. ഞാൻ ഇന്നലെ അതിന് പോസ്റ്റ് ഇട്ടിരുന്നു, ഒരു മിറാക്കിൾ എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം അത് വേറൊരു ആക്ടർക്ക് അത് ചെയ്യുമ്പോഴേ എനിക്കറിയാം അത് ഷൂട്ട് ചെയ്തെടുക്കാൻ എന്ന് പറയുന്നത് എത്ര എക്സ്ട്രീംലി ഡിഫിക്കൽട്ടായിരുന്നുള്ളൂ. അതായത് നമ്മുടെ കാല് അനക്കാതെ 7 മണിക്ക് ഒരു പ്രത്യേക രീതിയിൽ കെട്ടിവെക്കുന്നു. അതാർക്കും മനസ്സിലാവാത്തില്ല എന്ന് പറഞ്ഞാൽ കാല് മൂവ് ചെയ്യാൻ പറ്റില്ല. ഒരു വീൽ ചെയറിൽ നമ്മളിരിക്കുന്നു, ഇരുന്ന് എക്സ്ട്രീം ചാലഞ്ചിങ് ആയിട്ടുള്ള കൈകൊണ്ടുള്ള കാല് മൂവ് ചെയ്യാതെ ഇത് വെച്ചിട്ടുള്ള പരിപാടി ചെയ്യുക. അതിനോടൊപ്പം തന്നെ മെൻ്റൽ ഡെമൺസ് എന്ന് പറഞ്ഞാൽ ആ ക്യാരക്ടറിന് അതുണ്ട്. അത് ചെയ്തിട്ട് ഉച്ചവരെ അങ്ങനെ ഇരിക്കണം. ഉച്ചവരെ അങ്ങനെ ഇരുന്ന് ഇപ്പം ആലോചിക്കുമ്പോഴാണ് ചിലപ്പോൾ എണീക്കുമ്പോഴൊക്കെ ഒരു ചെറിയ നംനെസ് വരും കാലിന്. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ഇത് കെട്ടണം, കെട്ടി രാത്രി വരെ ഇത് ചെയ്യുക. അത് 30-35 ദിവസം അടുപ്പിച്ച് ചെയ്യാന്ന് പറയുന്നത് ഒരു നിയർലി ഇമ്പോസിബിൾ ടാസ്ക്കാണ്. ഇയാൾ കാറിന് ചേസ് ചെയ്യുന്ന സീക്വൻസ് ഒക്കെ ഉണ്ട്, അത് സിംഗിൾ ഷോട്ടിലാണ്. അതൊക്കെ എനിക്ക് തോന്നുന്നില്ല അത് ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും അത് ചെയ്യാൻ. പക്ഷേ ഇപ്പോൾ ഈ സിനിമ കണ്ടിട്ട് അതൊരാൾ നോർമലായിട്ട് ചെയ്തു എന്നാണ് ഓഡിയൻസിന് തോന്നുന്നതെങ്കിൽ അതാണ് ആ പെർഫോമൻസിൻ്റെ ഒരു ഗ്രേറ്റ്നെസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ നമുക്കൊരിക്കലും തോന്നിപ്പിച്ചില്ല അതങ്ങോട്ട് എഫേർട്ട് അതിൽ ആവശ്യമുണ്ടെന്നോ. ഞാൻ ഇയാളെ ഭയങ്കര നോർമലായിട്ട് ഇത് വരൂ എന്ന് പറഞ്ഞാൽ വീൽ ചെയറിൽ നടന്നു വരുന്ന പോലെ വന്നു, അത് ചെയ്യുന്നത് ചെയ്തു എന്നുള്ള പോലെയായിരുന്നു. ഞാനിപ്പോൾ പറഞ്ഞ പോലെ ആ സിമ്പത്തിയുടെ സംഭവം ഇല്ലായിരുന്നു, അത് പുള്ളിക്കത് വേണ്ടതായിരുന്നു താനും. ഇറ്റ് ഇസ് ടഫ് ബിക്കോസ് നമ്മൾ ഇപ്പോൾ നോർമലായിട്ട് കാണുമ്പോഴേ ഒരാൾ പോലും അതൊരു ഓക്വേർഡാന്ന് പറഞ്ഞില്ല, ഒരു കാലുള്ള ആളായിട്ട് തോന്നി എന്ന് പറഞ്ഞില്ല. അപ്പം അതെങ്ങനെ നമ്മൾ CG ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ കോസ്റ്റ്യൂംസിൻ്റെ കുറച്ച് വർക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അയാളുടെ ഒരു എഫേർട്ടാണ്. അപ്പോൾ അതിന് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. രഞ്ജിത്ത് ശങ്കർ എന്ന സംവിധായകൻ്റെ ഒരു കരിയർ നോക്കിക്കഴിഞ്ഞാൽ ഒരു നടനുമായി സിനിമ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഒരു സൗഹൃദം വളരുകയും തുടർന്ന് കണ്ടിന്യൂസ്ലി ആ നടൻ്റെ കൂടെ 2-3 സിനിമകൾ ചെയ്യും. ഇപ്പോൾ പൃഥ്വിരാജിൻ്റെ കൂടെ ആണെങ്കിലും ജയസൂര്യയുടെ കൂടെ ആണെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ട്. ഉണ്ണിയുടെ കൂട്ടത്തിൽ ആദ്യത്തെ ഒരു വർക്കാണ്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ഒരു സിനിമ ഉണ്ണിയെ വെച്ചിട്ടായിരിക്കുമോ പ്ലാൻ ചെയ്ത് അടുത്ത ഒരു പ്രോജക്റ്റുകൾ ഏതാണ്? എനിക്ക് അടുത്ത പ്രോജക്റ്റ് ഒന്നുമില്ല, അത് എനിക്ക് ഒരിക്കലും ഉണ്ടാവാറില്ല. എനിക്ക് എപ്പോഴും ചെയ്യണം എന്നുള്ള ഒരു 10-15 കഥകളുണ്ടാവും, സ്ക്രിപ്റ്റായിട്ട് തന്നെ ഉണ്ടാവും. അത് ചിലപ്പോൾ അതിലൊരെണ്ണമായിരിക്കും അടുത്ത സിനിമ, ചിലപ്പോൾ പുതിയൊരെണ്ണമായിരിക്കാം. അത് ടോട്ടലി ഡിസൈഡ് ചെയ്യുന്നത് എൻ്റെ അപ്പോഴത്തെ മാനസികാവസ്ഥയാണ്. മുൻപത്തെ സിനിമയുടെ ജയപരാജയങ്ങൾ, ഞാനിപ്പോൾ കാണുന്ന വാർത്തകൾ, ഇപ്പോൾ ഉള്ള സുഹൃത്തുക്കൾ, ഇപ്പോൾ കേൾക്കുന്ന സംഗീതം, ഇപ്പോൾ കാണുന്ന സിനിമകൾ, വായിക്കുന്ന പുസ്തകങ്ങൾ, ഇതെല്ലാം നമ്മൾ സ്വാധീനിക്കും. അപ്പോൾ അത് എന്താണെന്ന് എനിക്കറിയില്ല. അതിന് ശേഷമല്ലേ ആക്ടർ വരാറുള്ളൂ. ഞാനിപ്പോൾ ജയൻ്റെ കൂടെ ഒത്തിരി സിനിമ ചെയ്തെങ്കിലും ഞാനൊരു ആക്ടർ എന്ന രീതിയിൽ ഫസ്റ്റ് ചോയ്സായിട്ട് ജയനെ വെച്ച് ഒരു സിനിമ ചെയ്തിട്ടുള്ളൂ, അതാണ് ഞാൻ മേരിക്കുട്ടി. ബാക്കിയെല്ലാം ഞാൻ വേറെ പല ആക്ടേഴ്സിനോടൊക്കെ സംസാരിച്ചു. എനിക്കിപ്പോൾ ഇപ്പോഴും ഇതൊരു എല്ലാ കഥയും ഒരു 10-12 വർഷത്തെ പ്രോസസ്സുണ്ട്, പെട്ടെന്ന് ചെയ്യുന്നതല്ല. ഇപ്പോൾ മേരിക്കുട്ടി തന്നെ ഞാൻ 16 ആലോചിച്ച് 18 ചെയ്തത്, അത് കുറച്ചുകൂടി ഫാസ്റ്ററാണ് ആ രീതിയിൽ. മറ്റതെല്ലാം ആശയമായിട്ട് അവിടെ കിടക്കുകയും പലപ്പോഴും പിന്നെ ചെയ്യണമെന്ന് തോന്നി ഓരോന്ന് കഴിയുമ്പോൾ ആലോചിക്കുകയും പെട്ടെന്നുണ്ടാകുന്ന സാധനമല്ല. അപ്പോൾ എനിക്ക് ഏറ്റവും എക്സൈറ്റ്മെൻറ്റ് തോന്നാറുള്ളത് നമ്മൾ 10 കൊല്ലം ആലോചിച്ചൊരു കഥ ഇപ്പോഴും റെലവൻ്റ് ആണ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് ഉണ്ടാക്കാവുന്നൊരു സിനിമയാണെന്ന് പലപ്പോഴും തോന്നാറുണ്ട്. ഇപ്പോൾ എല്ലാ സിനിമയും അങ്ങനെയാണ്. ഇപ്പോൾ 4 ഇയേഴ്സൊക്കെ ഒരുപാട് ആഗ്രഹിച്ചതാണ്, പക്ഷേ ചെയ്യാൻ ധൈര്യമില്ലായിരുന്നു. എക്സ്ട്രീംലി പേഴ്സണലായിട്ടൊരു സിനിമയാണ്. ഇപ്പോൾ സണ്ണി ഒരു സിംഗിൾ ഫിലിം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ധൈര്യമില്ലായിരുന്നു. ഇപ്പോൾ കോവിഡ് വന്നപ്പോൾ അതൊരു അവസരമായിട്ട് നമ്മൾ കണ്ടു. അത് കോവിഡ് വന്നപ്പോൾ ഉണ്ടായ സിനിമയാണ്. കോവിഡ് വന്നപ്പോൾ ഉണ്ടായ ഒരാളെ വെച്ചൊരു സിനിമ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് വെച്ച് ഞാൻ 2-3 സ്ക്രിപ്റ്റ് എഴുതിയിരുന്നു. ആ സ്ക്രിപ്റ്റ് ഒന്നും എനിക്ക് എക്സൈറ്റിംഗ് അല്ലായിരുന്നു, കാരണം അതെല്ലാം ത്രില്ലറായിരുന്നു. ഒരു ത്രില്ലർ ഒരാളെ വെച്ച് ഞാൻ കുറേ പേര് ചെയ്തിട്ടുണ്ട്, ഈസിയാണ്. പക്ഷെ എനിക്ക് അതല്ലാത്തൊരു ജോണറിൽ ട്രൈ കുറച്ചുകൂടി ചലഞ്ചിങ് ആയിട്ടുള്ള വേണം. അപ്പം അതെന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ പേടി വന്നിട്ടാണ് നമ്മൾ ഉപേക്ഷിക്കുന്നത് പലതും. കാരണം അത് യൂഷ്വലായി പോകും, ഒരു പാളിപ്പോവാവുന്ന എളുപ്പത്തിൽ പോകുന്ന പരിപാടി. അത് ഈ പ്രധാനമന്ത്രി 3 മാസത്തെ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചപ്പോൾ അന്ന് രാത്രി കഥ കിട്ടി. കാരണം ഇതാണല്ലോ ആ കഥ, ഇനി വലിയൊരു കഥയില്ല. ലോകത്തിൽ ഓരോ മനുഷ്യനും ഒറ്റപ്പെട്ടു പോകുന്ന ഒരു 3 ആഴ്ചയും കാലഘട്ടമാണത്. അങ്ങനെയാണ്. പിന്നെ 6 മാസത്തെ എഴുതി. അങ്ങനെയാണ്. പുണ്യാൾ നഗർബത്തീസും മിനറൽ വാട്ടറും അവരൊക്കെ ഇപ്പോൾ എവിടെയായിരിക്കും? ഒരു പക്ഷേ രഞ്ജിത്ത് ശങ്കറിൻ്റെ മനസ്സിൽ അവരുടെ ഒരു പൊസിഷൻ ഇപ്പോൾ എവിടെയായിരിക്കും? ഇപ്പോൾ അവരുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു സാധ്യതയുണ്ടോ ആ കഥാപാത്രങ്ങൾക്കൊക്കെ? അറിയില്ല. ഇതൊക്കെ നമ്മളുടെ മാനസികാവസ്ഥകളാണ്. പുണ്യാളൻ 1 ചെയ്യുമ്പോൾ പുണ്യാളൻ 1 ചെയ്യുമ്പോൾ ഈ കഥയുണ്ട്, ഈ കഥ ജഗദീഷിൻ്റെ കഥയുണ്ട്, രാമൻ്റെ എന്തോട്ടുണ്ട്, ചെയ്ത മിക്കവാറും സിനിമകളുടെ കഥയൊക്കെ ഉണ്ട്. അപ്പോൾ പല പ്രോജക്റ്റായിട്ട്. അപ്പോൾ പുണ്യാളൻ 1 ചൂസ് ചെയ്യാൻ കാരണം അത് എനിക്കപ്പോൾ ഒരു കമേഴ്ഷ്യൽ വിജയം ഭയങ്കര ആവശ്യമുണ്ടായിരുന്നു. അതിന് ഏറ്റവും സൂട്ടാവുന്ന സാധനം അതായിരുന്നു. അതൊരു ഹോണസ്റ്റ് ആയിട്ടുള്ള കമേഴ്ഷ്യൽ സിനിമ എന്നൊരു രീതിയിൽ. ഇപ്പോൾ ജയഗണേഷൊക്കെ എനിക്ക് കുറേ കൊണ്ട് റിസ്ക് ആയിട്ട് തോന്നിയിരുന്നു അന്ന് ആലോചിക്കുമ്പോൾ. അങ്ങനെയാണ് പുണ്യാളൻ 1 ഉണ്ടാകുന്നത്. പുണ്യാളൻ 2 ഉണ്ടാകുന്ന എൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ എന്നാണ്. പുണ്യാളൻ 2 ഞാൻ വേറൊരു നായകനെ വെച്ച് വേറൊരു സ്ക്രിപ്റ്റായിരുന്നു അത്. അതെങ്ങനെ? അങ്ങനെയായിരുന്നു. അപ്പോൾ അത് ആ സമയത്ത് നമ്മുടെ നാട്ടിലുണ്ടായിട്ടുള്ള ചില സാഹചര്യങ്ങളുണ്ട്.
ഒരു തിയേറ്ററിൽ പോയാൽ പോലും ദേശീയ ഗാനം വെക്കും, നമ്മൾ എഴുന്നേറ്റ് നിന്ന് തുടങ്ങി കുറേ സംഭവ വികാസങ്ങൾ ആ സമയത്തുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നുള്ള എൻ്റെ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള ഇതിലൊരു ഫ്രസ്ട്രേഷൻ എൻ്റെ ഒരു ബഹിസ്ഫുരണമാണ് ആ സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ സിനിമ പുള്ളിയാണ് 2 ആയിട്ട് ചെയ്യാനുള്ള കാരണം അതാണ്. കാരണം എനിക്കൊന്ന് ജോയ് താൽക്കോൽക്കാരനാണെങ്കിൽ മറ്റേ സ്ക്രിപ്റ്റിൽ ജോയ് താൽക്കോൽക്കാരനെ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് കുറച്ചും കൂടി സ്വീകാര്യതയും കുറച്ചും കൂടെ എന്താ പറയുക, അയാൾക്കത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് തോന്നും ഇനി പുതിയൊരു ക്യാരക്ടറിനെ കൊണ്ട് ചെയ്യുന്നതിനേക്കാൾ. അപ്പോൾ സെക്കൻഡ് പാർട്ടിന് വേണ്ടി അത് എഴുതിയൊരു സ്ക്രിപ്റ്റല്ല, അത് വേറൊരു സ്ക്രിപ്റ്റ് വേറെ ആളെ വെച്ച് ആലോചിച്ചുകൊണ്ടിരുന്നു. അപ്പം എനിക്ക് ആ സമയത്ത് അത് ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ ജയനെ ഭയങ്കര എക്സൈറ്റഡ് ആയത് ചെയ്യാൻ. അപ്പോൾ ജയൻ എക്സൈറ്റഡ് ആയപ്പോൾ ഞാൻ എന്തുകൊണ്ട് വയനാട് ജോയ് താക്കൂർക്കാരൻ, അങ്ങനെയാണ് അത് വരുന്നത്. അപ്പോൾ തൃശ്ശൂർ ഭാഷയുടെ ഏറ്റവും വലിയ ഗുണം വളരെ നെടുനീളം ഡയലോഗുകളുണ്ട്. അല്ലെങ്കിൽ ഒരു പ്രസംഗം പോലെ തോന്നാവുന്ന സാധനം തൃശ്ശൂർ ഭാഷയിൽ അതൊക്കെ കോമഡിയാക്കി മാറ്റാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. നമുക്കൊരു പ്രസംഗമായിട്ട് ഫീൽ ചെയ്യില്ല. പക്ഷേ എനിക്ക് ആ സിനിമ ചെയ്യാതെ മുന്നോട്ട് പോകാൻ പറ്റില്ലായിരുന്നു. കാരണം ആ സിനിമ ചെയ്ത് സെൻസർ ചെയ്ത് ഇവിടെ റിലീസ് ചെയ്ത് നന്നായിട്ട് ഓടി, അതിന് ജനങ്ങളൊന്നും ഒന്നും പറഞ്ഞില്ല, ആരും ഒന്നും പറഞ്ഞില്ല. അപ്പോൾ എനിക്ക് സമാധാനമായി, ഈ നാട് ഓക്കെയാണ്, ഇവിടെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, അപ്പോൾ ഇനി ഇവിടെ സിനിമ ചെയ്യാൻ പറ്റും എന്നൊരു റീഅഷ്വറൻസ് ആണ് എനിക്ക് സത്യത്തിൽ ആ സിനിമ തന്നത്. അതാണ് ഫ്രസ്ട്രേഷൻ. ഫ്രസ്ട്രേഷൻ കാരണം അത് ഭയങ്കര ഹോണസ്റ്റ് ആയിരുന്നു. ഞാൻ പറഞ്ഞത് അത് ആ സമയത്ത് ഭയങ്കര ഹോണസ്റ്റ് ആയിരുന്നു. ഹോണസ്റ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. തീർച്ചയായിട്ടും. ശരിക്കും ഒരു കലാകാരൻ അയാൾക്ക് പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ മാധ്യമത്തിലൂടെ പറയാന്നുള്ളതാണ് കൂടുതലും. രഞ്ജി പണിക്കർ സാറൊക്കെ ഒരുപാട് അങ്ങനെ സമൂഹത്തിനോട് കൺവേ ചെയ്യാനുള്ള ഒരുപാട് ഡയലോഗുകളോട് കൺവേ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. ഈ പ്രേതം 2 വന്നു, പുണ്യാളൻ 2 പാർട്ട് വന്നു. ഇനിയിപ്പം മനസ്സിലിപ്പം ഇതുവരെ ചെയ്ത സിനിമകളിൽ ഏതെങ്കിലും ഒരു സിനിമയുടെ സെക്കൻഡ് പാർട്ട് വന്നേക്കാം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കഥ ഉണ്ടാവും? തീർച്ചയായിട്ടും 4 ഇയേഴ്സ് ഞാൻ ചെയ്ത സിനിമകളിൽ ഞാൻ ഏറ്റവും പ്രൗഡായിട്ടുള്ള സിനിമ 4 ഇയേഴ്സ് ആണ്. കാരണം അത് ഇപ്പോൾ നമ്മൾ പറയില്ലേ, നിങ്ങൾക്കൊരു കഥ എഴുതാൻ എളുപ്പമാണ്, പോയട്രി എഴുതാൻ എളുപ്പമാണ്, അത് എഴുതിയാൽ മതി, സിനിമ ചെയ്യേണ്ട എന്ന് പറയുമ്പോൾ ഞാൻ അതുപോലെ ചെയ്തൊരു സിനിമയാണത്. ഇറ്റ്സ് എക്സ്ട്രീംലി പേഴ്സണൽ. എനിക്കൊരു പേഴ്സണൽ സിനിമ ബീങ് എ കമേഴ്ഷ്യൽ ഫിലിം മേക്കർ അത് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ടഫ് ഡെസിഷനാണ്. നമുക്കറിയാം അത് വർക്കാവില്ലെന്ന് എനിക്ക് വേണ്ടി മാത്രം എടുത്തത്. അങ്ങനെ ഒരു കാര്യമുണ്ടല്ലോ. ഇപ്പം നമുക്കിതിന് ബിസിനസ്സൊക്കെ ഒരുപാട് മനസ്സിലായി കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് അത് തിരിച്ചു എടുക്കാൻ എക്സ്ട്രീംലി പാടാണ്. ഇപ്പം ഞാൻ സണ്ണി ചെയ്തിരുന്നെങ്കിൽ കൂടെ സണ്ണി ഒരു OTT വേണ്ടി ഡിസൈൻ ചെയ്തൊരു സിനിമയാണ്. ഇപ്പോൾ ജയഗണേഷ് തിയേറ്ററിന് വേണ്ടി ഡിസൈൻ ചെയ്തൊരു സിനിമയാണ്. 4 ഇയേഴ്സ് എനിക്ക് വേണ്ടി ഡിസൈൻ ചെയ്തൊരു സിനിമ. അത് ഞാൻ എൻ്റെ കോളേജിൽ പോയി എൻ്റെ പണം ഉപയോഗിച്ച് ഞാൻ എനിക്ക് വേണ്ടി ഒരു സിനിമ എടുത്തു. ആ സിനിമ ഇപ്പോഴും ഇവിടെ ആമസോൺ പ്രൈമിലും അവൈലബിൾ ആണ്. അപ്പോൾ എനിക്ക് എന്നും തിരിച്ച് കാണാൻ ആഗ്രഹമുള്ള സിനിമ ഒരേ ഒരു സിനിമ അതാണ്. എനിക്ക് സക്സസ്ഫുൾ ആയില്ലെങ്കിൽ ആ സിനിമയുടെ ഏറ്റവും ഫേവറേറ്റ് അല്ല, തിയേറ്ററിൽ സക്സസ്ഫുൾ ആവില്ല എന്ന് പറഞ്ഞിട്ടാണ് ആ സിനിമ എടുക്കുന്നത്. അതൊരിക്കലും തിയേറ്ററിൽ വർക്കാവില്ല അങ്ങനൊരു കഥ. അതാ ഇവിടെയും വർക്കാവാത്തൊരു കഥ. നമ്മളൊരു ബിസിനസ്സൊക്കെ മാറ്റി വെച്ച് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുക എന്ന് പറഞ്ഞ കാര്യമുണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഒരു പേഴ്സണൽ സ്റ്റെപ്പ് ഫോർവേഡാണ്. കാരണം ഇപ്പം തിയേറ്ററിൽ പോയി തിയേറ്ററിൽ അത് വർക്കാവുന്ന എൻ്റെ മകളെ പോലെയുള്ളൊരു ന്യൂനപക്ഷം ഓഡിയൻസ് ഉണ്ടാവും. അവർക്കത് ഭയങ്കരമായിട്ട് വർക്കാവും. അവർക്ക് മാത്രം അങ്ങനെ ഒരു സിനിമ തിയേറ്ററിൽ വിജയിക്കില്ലല്ലോ. OTT എന്ന് പറഞ്ഞാൽ OTTക്ക് വേണ്ട വേറെ ടൈപ്പ് ഓഫ് സാധനങ്ങളാണ്, അല്ലെങ്കിൽ TV വേണ്ട വേറെ സാധനങ്ങളാണ്. നമ്മൾ ജയഗണേഷ് എന്ന് പറഞ്ഞ സിനിമയൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാതരം പ്രേക്ഷകർക്കും എല്ലാത്തരം മീഡിയംസിനും കേറ്റർ ചെയ്യുന്നൊരു കഥയും സാധനങ്ങളൊക്കെ. ദാറ്റ്സ് എ കമേഴ്ഷ്യൽ ഫിലിം. 4 ഇയേഴ്സിൻ്റെ പറഞ്ഞു വെച്ചിരിക്കുന്നത് 4 ഇയേഴ്സ് 2026 നവംബർ 25 അതിൻ്റെ 2ാം ഭാഗം ഇറങ്ങുന്നതാണ് അതിൻ്റെ ഫസ്റ്റ് ഭാഗത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ 2ാം ഭാഗം ഇറക്കണം എനിക്ക് ആഗ്രഹമുണ്ട്. ഇറ്റ് ഡിപ്പെൻസ് ഓൺ അതിൻ്റെ ഇടയിൽ ഞാൻ ചെയ്യുന്ന സിനിമകൾ അതൊക്കെ കുറച്ചൊക്കെ വിജയിക്കണം. അപ്പോൾ അതിന് കുറേ പൈസ കിട്ടിയാൽ ഐ വിൽ ലൈക്ക് ടു മേക്ക് ദാറ്റ് ഫിലിം. അതിനൊരു 3ാം ഭാഗമുണ്ട്, അത് 2030 അത് 4 ഇയേഴ്സ് ലേറ്റർ എന്നാണ്. അവിടെ ആ സിനിമ പൂർണ്ണമുള്ളൂ. അതും 2030 നവംബർ 25 അത് ഇറങ്ങുമ്പോൾ ആ കഥ ഒരു പക്ഷേ പൂർണ്ണമാകും. അപ്പോൾ ദാറ്റ് വിൽ ബി എൻ്റെ കരിയറിൽ അതിൻ്റെ ഇടയിൽ ഞാൻ കുറേ സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ദാറ്റ് വിൽ ബി എക്സ്ട്രീംലി പേഴ്സണൽ 3 ഫിലിംസ് ഓഫ് മൈൻ. അപ്പോൾ അതിൽ ഓരോ സിനിമയിലും ഇപ്പോൾ 4 ഇയേഴ്സിൽ 1 സ്റ്റെപ്പ് ഫോർവേഡ് ആയിരുന്നു. അടുത്തതിൽ കുറച്ചും കൂടെ എക്സ്പെരിമെൻ്റലായിരിക്കും. 3rd ഭാഗം വിൽ ബി ചിലപ്പോൾ ഒറ്റ സീനായിരിക്കും ചിലപ്പോൾ ആ സിനിമ. അങ്ങനെയൊക്കെ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റ് കഴിഞ്ഞിരിക്കുന്നതാണോ? ഐ മീൻ അതിന് ഓരോ ഐഡിയ ഉണ്ട്. ഒരു പരീക്ഷണമായിരിക്കും അല്ലേ? അങ്ങനെയൊന്നുമില്ല, അത് എനിക്കിഷ്ടമുള്ളൊരു സംഭവം. അത് എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. ബിക്കോസ് നമ്മളത് എഴുതി ഒരു കഥ എഴുതാതെ ഞാനൊരു എൻ്റെ ഇഷ്ടത്തിനൊരു സിനിമ ഉണ്ടാക്കി. അങ്ങനെ ചെയ്യേണ്ടത് നമ്മൾ. അങ്ങനെ ചെയ്യുമ്പോഴല്ലേ അത് ഇൻട്രസ്റ്റിംഗ് ആവുന്നത്. നമ്മളല്ല എപ്പോഴും കമേഴ്ഷ്യൽ മാത്രം എന്നാലോചിച്ചുകൊണ്ട് ഇരുന്ന് നമുക്കത് എക്സൈറ്റിംഗ് അല്ല. അപ്പോൾ നമുക്ക് എൻ്റെ കോളേജിൽ ഞാൻ ചെയ്തൊരു സിനിമയാണ്. അപ്പോൾ അതിന് എനിക്ക് ഭയങ്കര ഫീലിംഗ് ആയിരുന്നു. കാരണം ഞാൻ പഠിച്ച കോളേജിൽ 25 വർഷത്തിന് ശേഷം എനിക്ക് പോയി പൂർണ്ണമായും എനിക്ക് വേണ്ടി ഒരു സിനിമ ചെയ്യാൻ പറ്റി. അതിൽ വേറൊരു ഫിനാൻഷ്യൽ ഇൻവോൾവ്മെൻറ്റും ഇല്ല. അത് നഷ്ടം എനിക്ക് മാത്രമാണ്. അത് നഷ്ടമെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അടുത്ത സിനിമയിൽ നഷ്ടം വരും, അതിന് പറ്റിയാലും നഷ്ടം വരും. ഇറ്റ്സ് ഓക്കെ. അപ്പോൾ ജയഗണേഷ് ഇത് വലിയ വിജയമാവുന്നത് പോലെ ഇനി മുമ്പോട്ടുള്ള എല്ലാം തൊടുന്നെല്ലാം പൊന്നാവട്ടെ. വളരെ വെരി ബെസ്റ്റ്. താങ്ക് യു.